അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ആണ് എടുക്കുന്നത്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 250 ml കപ്പിന് 1 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്, എന്നാൽ പിന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. കയ്യിൽ തൊടാവുന്ന ചൂടുള്ള വെള്ളം ആവാൻ മാത്രമേ പാടുള്ളൂ. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈസ്റ്റ് ആക്റ്റീവായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് വലിപ്പമുള്ള ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു കപ്പിന്റെ അളവിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിനായിരിക്കണം എല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി 5 കപ്പ് മൈദയിൽ നിന്നും ഒരു 1/4 കപ്പ് മൈദ മാറ്റി വെക്കാം. ബാക്കി 4.25 കപ്പ് മൈദയാണുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി മാവും ഉപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റിന്റെ വെള്ളമില്ലേ, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് ഈസ്റ്റിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല്, ചെറു ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്ക് അനുസരിച്ചും വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം വരും. 1/2 കപ്പ് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ വലിച്ച് ഈ മാവൊന്ന് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ കൈകൊണ്ട് വലിച്ച് ഒരു 5 മിനിറ്റ് മാവ് കുഴച്ച് സോഫ്റ്റ് ആക്കി ഇതായി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കുഴച്ചൊരുട്ടി സോഫ്റ്റ് ആക്കി എടുത്ത മാവ് ഈ ബൗളിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാവ് ഡ്രൈ ആവാതിരിക്കാൻ മാവിന്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കാം. ഇനി മാവ് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ കോട്ടൺ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. മാവ് ആക്റ്റീവായി പൊങ്ങിക്കിട്ടുന്ന സമയം കൊണ്ട് കഴുകി വൃത്തിയാക്കി എടുത്ത 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഞാനിതിലെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി ആവിയെല്ലാം പോയതിനു ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ ബീഫെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പൊ ഇത് കണ്ടില്ലേ, കുറച്ച് വെള്ളമുണ്ട്. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. അതിന്റെ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ കേൾപ്പിക്കാം. അപ്പൊ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം ബീഫിന്റെ കഷ്ണങ്ങൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ച ബീഫിന്റെ കഷ്ണങ്ങൾ ചൂട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ബീഫിന്റെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഓരോ കഷ്ണങ്ങളായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ബീഫിന്റെ കഷ്ണങ്ങൾ നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി ഇരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആണ്. ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വെള്ളം വരെ എടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന എണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയന്റെ അടിയിലുള്ള ആ വെള്ള ഭാഗമല്ലേ അത് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ടെടുക്കുക. 3 മീഡിയം സൈസ് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കളറിലുള്ള ക്യാപ്സിക്കം പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പച്ച ക്യാപ്സിക്കം ആണ് ഉള്ളതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒന്നുകൂടി കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലോറിന്റെ മിക്സ് ഒക്കെ കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ വേണം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ള് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് വെള്ള എള്ള് വിതറി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ കുബൂസിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഡബിൾ ആയിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 20 സെക്കൻഡ് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ 10 ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് മാവ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക, ബാക്കി മാവ് മൂടി വെക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച 1/4 കപ്പ് മാവിൽ നിന്ന് കുറച്ച് മാവ് കൗണ്ടർ ടോപ്പിലൊന്ന് വിതറിയതിന് ശേഷം ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് വെച്ച് കൈവച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. കൈവച്ചൊന്ന് പരത്തിയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് റോളർ വെച്ച് എല്ലാ വശവും ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. കുറച്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പരത്തിയെടുത്ത മാവ് ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചു കൊടുക്കാം. ഇതുപോലെ ചെറിയ കുമ്പളകൾ വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആവും. ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വീർത്ത് വരും. അപ്പൊ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം.
വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുബൂസും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചില്ലി ബീഫും ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മയോണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഈ കുബൂസ്. എത്ര ചൂട് മാറിക്കഴിഞ്ഞാലും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല പഞ്ഞു പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുബൂസും ചില്ലി ബീഫും ഒരു പ്രാവശ്യം ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്